ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റർ ബോയ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയോ ഒന്നുമല്ല കാണിക്കാൻ പോകുന്നത്, പുതിയൊരു ബൈക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ KTMൻ്റെ RC390 ആണ് കേട്ടോ. സസ്പെൻഷനൊക്കെ വർക്കാവും. ഇനി നമുക്ക് ഈ ബാക്ക് ഇതൊക്കെ മറയ്ക്കണം. കണ്ടില്ലേ, KTMൻ്റെ RC390. പിന്നെ ഇത് ഫ്രണ്ട് ടയറ്, ഫ്രണ്ട് സസ്പെൻഷൻ, ഹാൻഡിൽ പെയിൻറ്റ് ചെയ്യണം. പിന്നെ സ്റ്റാൻഡും പെയിൻറ്റ് ചെയ്യണം ബ്ലാക്ക്. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവിടെയൊക്കെ വൈറ്റ് പെയിൻറ്റ് ചെയ്യണം. അപ്പുറത്ത് വൈറ്റ് പാർട്സ് വെച്ചാണ് ഉണ്ടാക്കിയത്, എന്നാലും താഴെ ഇവിടെയൊക്കെ റെഡ് ഉണ്ട് ഇത്തിരി. അത് നമുക്ക് ഉരിച്ച് കളയണം, എന്നിട്ട് വൈറ്റ് അടിക്കണം. അതും വൈറ്റ് അടിക്കണം. ഇനി ഞാൻ ഇതും ഹാൻഡിലും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഹാൻഡിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാൻഡിൽ തിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ഫോർക്കും തിരിയും. സസ്പെൻഷനൊന്നും വർക്കാകത്തില്ല കേട്ടോ. ഹാൻഡിൽ ഒട്ടിച്ചാലേ അത് അടിപൊളിയായിട്ട് വർക്കാകത്തുള്ളൂ. തിരിയും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി നമുക്ക് ഈ ടയർ എടുത്ത് ഫോർക്കിലോട്ട് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ തലവയല്ല കേട്ടോ, എന്നാലും ഞാൻ ഇങ്ങനെ തലയാണ് ഇടുന്നത്. ഇതാണ്ട് ഗൈസ്, ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് ലൈറ്റ് ആക്കി കൊടുക്കണം. മറന്നുകേട്. ഇനി നമ്മുടെ മറ്റേ ബൊലേറോ കാണിച്ചു തരണ്ടേ. ബൊലേറോൻ്റെ വിഞ്ച് ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൊലേറോ അപ്പുറത്തെ ഗ്യാരേജിലാണ്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം ഇങ്ങോട്ട്. ഏകദേശം നമ്മുടെ ബൊലേറോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ നമ്മുടെ ബൊലേറോ കാണിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊലേറോ കാണിക്കാൻ പോവാണ്. 3, 2, 1. ഇത്രയും ലിഫ്റ്റ് ചെയ്തൊരു ബൊലേറോ ആണ് കേട്ടോ. ഇനി അടിയിലോട്ട് കാണിക്കണം. അടിയിൽ ഒത്തിരി പണി ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിൽ നിന്ന് ഞാൻ വിഞ്ചിളക്കി മാറ്റി. വിഞ്ചിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ആ ഗ്ലാസിൻ്റെ അതിനകത്തൊക്കെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ വീലും ഓടും. ഇത് കറങ്ങിയാലേ ഇത് കറങ്ങൂ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഈ വീല് കറങ്ങിയാലും ഇത് കറങ്ങത്തില്ല, അങ്ങനത്തെ രീതിയിൽ. ബാക്ക് പിന്നെ നമ്മൾ സിമ്പിളായിട്ട് ഒരു ലിഫ്റ്റ് കിറ്റ് പോലെ ഒരു കമ്പ് കൊടുത്ത് പൊക്കി വെച്ചിരിക്കുക. കണ്ടില്ലേ, സിമ്പിളായിട്ട്. ഇനി ഇതിനകത്ത് ബ്ലാക്ക് ചെയ്യണം. ഇത് പിന്നെ ഇത് ഈ അതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് അറിയാമായിരുന്നു. അതിനകത്തും ബ്ലാക്ക് ചെയ്യണം. ക്യാരക്ടർ ലൈൻ അതിനകത്തും പെയിൻറ്റ് ചെയ്യണം. പിന്നെ ഹെഡ് ലൈറ്റിനകത്ത് ഊട്ടിട്ടിട്ട് ഒരു ലൈറ്റ് വെക്കണം. ചെയ്യുന്നതായിരിക്കും അതൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ. ഓൾമോസ്റ്റ് നമ്മുടെ ബസ്സില്ലേ ഞാൻ ഉണ്ടാക്കിയ അതിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ RC390 വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ഇത്തിരിയേ ഉള്ളൂ. ഉണ്ടല്ലേ. ഇനി നമ്മളൊരു വണ്ടി ഏതുണ്ടാക്കണമെന്നൊന്നും ഒരു വിചാരവും ഇല്ലാതിരിക്കുകയാണ്.
അത് ഉണ്ടാക്കുന്ന വീഡിയോ ചിലപ്പം കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോം ഷീറ്റൊന്നും പെട്ടെന്ന് വരുന്നില്ല, അതുകൊണ്ടാണ്. ബാക്ക് ടയർ ഇളകി പോയിട്ടുണ്ട്, ഒട്ടിക്കണം. ഇത് ഞാൻ ഒട്ടിച്ചായിരുന്നെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്നറിയോ, ഞാൻ അന്നേ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഈ ടയറിൽ. എന്താണെന്നറിയോ, ഞാൻ ഇത് ഒട്ടിക്കാതെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാക്ക് ടയറിൽ ചെറിയൊരു പണിയുണ്ട് ഗൈസ്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ടയർ ഊരുന്ന രീതിയിൽ വെച്ചിരുന്നത്. കണ്ടോ, ഊരുന്ന രീതിയിൽ. പക്ഷെ ഫ്രണ്ട് ഊരാൻ പറ്റത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പതിയെ കണ്ടാൽ മതി. അത് ഊരുന്ന രീതിയിലാക്കിയിട്ട് എനിക്ക് ഒരു ദിവസം ഒരു പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ. മാറ്റി വെക്കട്ടെ, ഒന്ന് തിരിച്ചിടാം. പിന്നെ നമ്മുടെ സൈലൻസർ 2 ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സൈഡിൽ നിന്ന് ഇങ്ങനെ കാണും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കലും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ 100 സബ് അടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ബൈ.